പത്തനംതിട്ട അടൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് ജോയലിന്റെ മരണം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം കാരണമെന്ന് കുടുംബം. 2020 ജനുവരി 1-നാണ് ജോയലിന് മർദ്ദനമേറ്റത്. 5 മാസം പൂർത്തിയാകും മുന്നേ അവശതകളെ തുടർന്ന് ജോയൽ മരിച്ചു. മർദ്ദനം തടയാൻ ശ്രമിച്ച ബന്ധുവിനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ആരോപണം. ജയകുമാർ എന്ന് പറഞ്ഞ ഒരു സാറ് വന്നിട്ട് അവന്റെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞ് ഊതടാന്ന്. അന്നേരം അവൻ പറഞ്ഞു, ഞാൻ എന്തിനാ സാറേ ഊതുന്നേ എന്ന് ചോദിച്ചിട്ട് അവനൊരു പാട്ടിക്കാരനാന്ന് പറഞ്ഞ് അവന്റെ കഴുത്തെ അരുവാളും ചുറ്റി നക്ഷത്രത്തിന്റെ മാലയുണ്ട്, ഇതെടുത്ത് കാണിച്ചു. നിന്റെ ചുറ്റി എന്നും ചോദിച്ച് ഈ സിയെ അവന്റെ നാവിക്ക് ഒരു പിടിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ മുട്ട് വെച്ച് 2 ഇടി. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കുണ്ട്. 3ാമത്തെ ഇടിക്ക് എൻ്റെ ഇവിടെ കൊണ്ട് ഞാൻ കാലൂഴി മൂത്രം ഒഴിച്ചു. എനിക്ക് എന്തുവാണെന്നറിയാൻ വയ്യാത്ത രീതിയിൽ ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞു. അപ്പോഴത്തേന് അവിടുന്നും കൂടെ 4-5 പോലീസ്, ഷിജു പി സാം, ശ്രീകുമാർ, ഇവർ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് അമ്മക്ക് കൊണ്ട് കുനിച്ച് അവൻ്റെ ഇടിച്ചിടി ലോകത്തൊരു മനുഷ്യൻ കണ്ടു നിൽക്കത്തില്ല. സിയെ വന്നു കഴിഞ്ഞപ്പം മോനാ എൻ്റെ എണ്ണിച്ചു വന്നു. ആ സിയെ വന്നല്ല അറിയുന്നതായതുകൊണ്ട് ഇന്നിച്ച് ഇങ്ങോട്ട് വരിക. സിയെ ഇവൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അപ്പോൾ ഇവൻ കൂങ്ങി. അത് മദ്യവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഊതളാന്ന് പറഞ്ഞു. ഊതളാന്ന് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ ഊതൻ്റെ കാര്യമില്ല, ഞാൻ മദ്യവെച്ചിട്ടില്ല. അങ്ങനെ ഈ സിജു പി ശാമുവേൽ ഈ മോനെ പെടലിക്ക് പിടിച്ച് കുലുക്കുകയും പിന്നെ അച്ചാറ പറയാൻ എൻ്റെ കുഞ്ഞിനെ ഇടി തന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചത് വേറെ ഇടിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ റൈറ്റ് എന്നെ ഇവിടെ കോളറിനെ അവിടെ പിടിച്ച് എന്നെ വെളി തള്ളി. ആ വിഷ്വൽ പരിശോധിക്കുമ്പോൾ അറിയാം, ഞങ്ങൾ ഒരു കള്ളവും നമ്മൾ പറയുന്നില്ല. ആ വിഷ്വൽ പരിശോധിക്കുമ്പോൾ അറിയാം ആരൊക്കെയാണ് ഇത് ചെയ്തതെന്നുള്ളത്. AV ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു SFI നേതാവ് ഈ അടൂർ പോലീസ് സ്റ്റേഷനും അവിടുത്തെ പോലീസുകാർക്കുമെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ഇപ്പോൾ ഇതാ ജോയലിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ നഷ്ടമായ വേദനയിലാണ് അവർ പറയുന്നത്. അവർക്ക് നേരെയും മർദ്ദനമുണ്ടായി എന്ന് പറയുന്നു. എന്നാണ് ഈ സംഭവം നടന്നത്? അവർ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നുണ്ടല്ലോ, ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എന്താണ് അവിടെ നടന്നത്, ആ അതിക്രമം വ്യക്തമാകുമെന്ന്. ഗോകുൽ, 2020 ജനുവരിയിലാണ് ഇപ്പോൾ ഇവർ ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഒരു വാഹനം തട്ടിയ കേസുമായി ബന്ധപ്പെട്ട് ജോയലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. ഈ ഘട്ടത്തിൽ ജോയൽ മദ്യപിച്ചിട്ടുണ്ട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പോലീസ് ഉന്നയിക്കുന്നു. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, അടൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അന്നത്തെ SHOയുടെ നേതൃത്വത്തിൽ 4-അംഗ പോലീസ് ജോയലിനെ അതിക്രൂരമായി തല്ലി ചതച്ചു എന്നാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം. ഈ സമയത്ത് സ്റ്റേഷനിൽ വന്നിരുന്ന ഈ ജോയലിൻ്റെ പിതൃ സഹോദരി കുഞ്ഞമ്മ ഈ സംഭവങ്ങൾക്കെല്ലാം തന്നെ ദൃക്സാക്ഷിയാണ്. ഈ പിടിച്ചു മാറ്റാൻ വേണ്ടി പോയൊരു ഘട്ടത്തിൽ ഇവർക്കും പോലീസിൻ്റെ വലിയ തോതിലുള്ള ക്രൂരമർദ്ദനം നേരിട്ടു എന്നാണ് ഇപ്പോഴെന്തായാലും ഒരു ആക്ഷേപമായി പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ കഴിഞ്ഞ 5 വർഷത്തോളമായി നിയമ പോരാട്ടത്തിലാണ്. പക്ഷേ നിയമ പോരാട്ടം ഇങ്ങനെ തുടരുമ്പോഴും ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകുന്നില്ല, നീതി ലഭിക്കുന്നില്ല എന്നാണ് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത്. അങ്ങനെ 2020 ജനുവരിയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു, മർദ്ദിക്കുന്നു. ആ ജോയിൽ 2020 മെയ് മാസത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുന്നു. ഈ മൂത്രനാളിയിൽ ഉൾപ്പെടെ പഴുപ്പ്, അങ്ങനെ ചോര ഛർദ്ദിക്കുന്ന സാഹചര്യം, അങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടിയാണ് ഇയാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നതായി കുടുംബം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പോലീസ് മർദ്ദനത്തിന് മുമ്പ് ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഈ വ്യക്തിക്കുണ്ടായിരുന്നില്ല. സജീവമായി നാട്ടിൽ പാർട്ടി പ്രവർത്തകനായിരുന്നു, ഇടപെട്ടിരുന്നു. 13 വർഷത്തോളമായി DYFIയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇങ്ങനെ പോലീസ് തല്ലിച്ചതച്ച ശേഷം ഒരു ജീവശവമായി മാറുകയും പിന്നീട് ഗുരുതര രോഗങ്ങൾ വന്ന് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവത്തിൽ കുടുംബം മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് പ്രാദേശിക CPM നേതാക്കളുടെ ഒരു അനുമതിയോടും സമ്മതത്തോടും കൂടിയൊക്കെയാണ് ജോയലിനെ തല്ലിച്ചതച്ചത്. ചില വിഷയങ്ങളിൽ ജോയൽ ഈ പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിലെ വൈരാഗ്യം കൂടി ഈ പോലീസ് മർദ്ദനത്തിന് പിന്നിൽ ഉണ്ടെന്നൊരു ആക്ഷേപം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ നിയമ പോരാട്ടം തുടരുകയാണ്. ഇപ്പോഴും ആ കേസ് കോടതിയിലുണ്ട്. പക്ഷേ ഇതുവരെ അന്ന് തല്ലിച്ചതച്ചെന്ന് ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം നേരിട്ട 4 ഉദ്യോഗസ്ഥരും ആ കേസിൽ പ്രതികളല്ല. ഇപ്പോഴും അവരെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടില്ല. അന്ന് ഇതിനൊക്കെ നേതൃത്വം നൽകിയെന്ന് പറയപ്പെടുന്നു. എല്ലാവരും നിയമ നടപടികളുമായി, പരാതികളുമായി പോലീസിനെ അല്ലെങ്കിൽ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയൊക്കെ സമീപിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ, കോടതിയുടെ ഇടപെടലുകളൊക്കെയും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതാണ് പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾക്ക് കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.